നംല്. നംല് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. വാദിൻ നംല്. നമുക്ക് നിരവധി താഴ്വരകളുണ്ട് നമ്മുടെ തലച്ചോറിൽ. നിരവധി താഴ്വരകൾ നമ്മുടെ തലച്ചോറിലുണ്ട്. അത് നിങ്ങൾ ഏതെങ്കിലും ഒരു തലച്ചോറിന്റെ ചിത്രം എടുത്തു നോക്കിയാൽ മതി. അതിൽ ഓരോ വാല്ലികൾ കാണാം, താഴ്വരകൾ കാണാം, അല്ലേ? ഓരോ മലമടക്കുകളിലും ഓരോ മലയിടക്കുകളിലും ഓരോ താഴ്വര കാണാം. അതിന് വാല്ലി എന്ന് തന്നെയാണ് ഈ നെറ്റിലടിച്ചു നോക്കിയപ്പോ ഞാൻ കണ്ടത്. വാല്ലി എന്ന് തന്നെയാണ് താഴ്വരകൾ. അവര് അശ്വറാവ് എത്തവ്യോഹമുല്ലാവൂൻ ഈ കുല്ലിവാദിൻ യഹീമോൻ. ഷുവറാവുകൾ കവികളല്ല. ഇവരിപ്പോ കവികൾ എന്നാ പറയുന്നത്. അത് പിന്നെ പറയാം ആരാണ് അവരെന്ന് ഞാൻ പിന്നെ പറയാം. ഷുവറാക്കൾ എന്ന് പറഞ്ഞ കവികളല്ല. ഇവര് പറയുന്ന കവികൾ എല്ലാ താഴ്വരകളിലൂടെയും മലഞ്ഞു നടക്കുന്നു. അവര് ഊഹങ്ങളെ മാത്രം പിന്തുടർന്ന് അലഞ്ഞു നടക്കുകയാണ്. നമുക്ക് താഴ്വരകൾ, നമ്മുടെ ചിന്തയിൽ ഒരുപാട് താഴ്വരകളുണ്ട് തലച്ചോറിൽ. വാദിൽ ഒയറവി ഉണ്ട്, വാദിൽ നെമ്ലുണ്ട്, വാദിൽ മുഖദ്ദസുണ്ട്. നമ്മൾ എവിടെയെത്തേണ്ടത്? വാദിൽ മുഖദ്ദസ്. വാദിൽ മുഖദ്ദസിലെത്തിയാൽ നമുക്ക് അറിവുകൾ അള്ളാഹു സംസാരിക്കാൻ തുടങ്ങും. അതൊക്കെ എങ്ങനെ ഭാഷയെന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ തുടങ്ങും. വാതിൽ മുഖദ്ദസിലെത്തണം നമ്മുടെ ചിന്ത, നമ്മുടെ അന്വേഷണം. നമ്മുടെ തലച്ചോറിൽ ശുദ്ധമായ ഒരിടമുണ്ട്, പരിശുദ്ധമായ ഇടം. അല്ലാതെ ഏതോ ഒരു താഴ്വരയല്ല മുഖദ്ദസ്, ഏതോ രാജ്യത്ത് കിടക്കുന്ന ഒരു താഴ്വരയല്ല മുഖദ്ദസ്. പരിശുദ്ധം, വിശുദ്ധമായ താഴ്വരയിൽ നിന്ന് അത് നമ്മുടെ തലച്ചോറിന്റെ റൈറ്റ് സൈഡിലാണ്. ജാനിബുൽ ഐമനാണ്, ജാനിബി തൂരിൽ ഐമൻ. നമ്മുടെ ഡെവലപ്മെന്റ്, നമ്മുടെ പുരോഗതി, നമ്മുടെ പുരോഗതിയിലേക്ക് നയിക്കുന്ന നമ്മുടെ ചിന്തയുടെ റൈറ്റ് സൈഡ്, അവിടെയാണ് ഈ വാതിൽ മുഖദ്ദസ്. അവിടെ എത്തിയാലാണ് അള്ളാഹു സംസാരിക്കാൻ തുടങ്ങുക. അപ്പൊ അള്ള പറയും, ഇന്നനിയാണ് റബ്ബുക, ഞാനാണ് നിന്റെ റബ്ബ്. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസ് തുവ ഫഖറനഇലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസ് തുവ ഇന്നനി അനല്ലാഹ് ഫസ്തമി ലിമാ യൂഹ എന്ന് സംസാരിക്കാൻ തുടങ്ങും. അപ്പൊ സംസാരിക്കാൻ തുടങ്ങും, ഞാനാണ് നിന്റെ അള്ളയട്ടോ എന്ന് പറയാൻ തുടങ്ങും. എന്നെ നീ ശ്രദ്ധിച്ച് കേൾക്ക് കേട്ടോ. അപ്പോഴാണ് നംലിന്നാ പോകുന്നത്. അപ്പൊ നംല് എന്ന് പറഞ്ഞാൽ അറിവ് തേടി അറിവിന്റെ താഴ്വരകളിലൂടെ യാത്ര ചെയ്യുന്നവൻ ആരോ അവനാണ് നംല്. അറിവിന്റെ ഒരു പ്രദേശം വിട്ട് അറിവിന്റെ അടുത്ത താഴ്വര തേടി, അവിടെ നിന്ന് വീണ്ടും അടുത്ത താഴ്വര തേടി അങ്ങനെ യാത്രയാകുന്ന മനുഷ്യരാണ് ആര്? നംലുകൾ. അവരാണ്, അല്ലാതെ ഉറുമ്പുകളല്ല. അവര് വിജ്ഞാനത്തിന്റെ ഓരോ മണികൾ ശേഖരിച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണ് അവര് വാതിൽ മുഖദ്ദസത്തിലെത്തും. വാതിൽ മുഖദ്ദസ് തുവയിലെത്തും. അവര് എല്ലാ ജ്ഞാനങ്ങളുടെയും ചുരുക്കി വെക്കപ്പെട്ട അവിടെ. അത് എവിടെ നിന്നാണ്? ഇബ്രാഹിമാണ് യാത്ര തുടങ്ങിയത്. ഇബ്രാഹിം അവിടെ അള്ളാഹുവിന്റെ വിജ്ഞാനം കൃഷി ചെയ്തിട്ടില്ല. ആ കൃഷി ചെയ്യാത്ത ഭൂമിയിലാണ് ഇബ്രാഹിം തന്റെ മക്കളെ ആക്കുന്നത്. അവിടുന്നാണ് യാത്ര തുടങ്ങുന്നത്. വാദിൻ വൈറവീസറയും അവിടെ കൃഷി ഇറക്കിയിട്ടില്ല. നമ്മുടെ താഴ്വരപ്പ് എവിടെയാണ് ചിന്തിക്കുക? അള്ളാഹുവിന്റെ വിജ്ഞാനം മൈരിഫത്ത് കൃഷി ചെയ്തിരിക്കുന്നു എന്ന് ചിന്തിക്കുക. നമ്മുടെ താഴ്വരകളിൽ എവിടെയെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. നീ എവിടെയാണെന്ന് നീ തീരുമാനിക്കുക. വാദിന് വൈറവീസറയും കൃഷി ഇറക്കാത്ത താഴ്വരയിലാണോ നമ്മൾ? കൃഷി ഇറക്കിക്കോ, നമ്മളെ താഴ്വരയിൽ അറിയില്ല. എന്നിട്ടല്ലേ വാതിൽ മുഖദ്ദസത്തിലെത്തുക. വാതിൽ മുഖദ്ദസി തൂവ. ഇതൊക്കെ നമ്മിലൊന്ന് വായിച്ചു നോക്കാൻ നമ്മൾ അറിയാതെ സംസ്കരിക്കപ്പെട്ടു പോകും. നമ്മൾ അറിയാതെ മാറും. നമ്മൾ പരിശുദ്ധമായ ഭൂമികയിലെത്തും, പരിശുദ്ധമായ താഴ്വരയിലെത്തും. നമ്മളുടെ ജബലുകൾ പകർന്ന് തരിപ്പണമാവും, മലകൾ പകർന്ന് തരിപ്പണമാകും. അള്ളാഹു സംസാരിക്കാൻ തുടങ്ങും. ഈ പറയുന്ന മലയാണെങ്കിൽ എവിടെ പകർന്ന് തരിപ്പണമാകും?